ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങൾ, സ്റ്റീൽ മൂടികൾ, അലൂമിനിയം പാത്രങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള കറകളൊക്കെ എങ്ങനെ ഈസിയായി റിമൂവ് ചെയ്യാമെന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിനായി വേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. നിങ്ങൾ ഏത് ഡിഷ് വാഷ് ആണോ ഉപയോഗിക്കുന്നത് ആ ഡിഷ് വാഷർ പിന്നെ ഒരല്പം ഉപ്പും മാത്രമേ ഇതിനായി നിങ്ങൾക്ക് വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ആ മിക്സ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷർ ഒരല്പം ഏകദേശം 1-2 സ്പൂൺ ഉണ്ടാകും ഇത്. അതുപോലെ തന്നെ അതിനനുസരിച്ച് ഒരല്പം വെള്ളം. ഇത് വെള്ളം, സാധാ വെള്ളമാണ്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ഇനി ഈ മിക്സിയിലോട്ട് നമുക്ക് വേണ്ടത് അല്പം ഉപ്പ് പൊടിയാണ്. ഈ ഉപ്പ് പൊടി ഇതിനായി നമുക്ക് ഉപയോഗിക്കാം. ഈ ഉപ്പ് പൊടി കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം. ഇത് നന്നായി ഒന്ന് ഡിസോൾവ് ആകണം. അതുവരെ ഒന്ന് നന്നായി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇത് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷർ 2 സ്പൂൺ ആണെങ്കിൽ അതിനുള്ള ആ കട്ടിയോടെയുള്ള 2 സ്പൂണും അതിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ചതും 2 സ്പൂൺ ഉപ്പ്. നിങ്ങൾ എത്രയാണോ ഡിഷ് വാഷർ ഉപയോഗിക്കുന്നത് അത്ര തന്നെ സ്പൂണ് അതുപോലെ ഉപ്പ് നന്നായി ഒന്ന് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസോൾവ് ചെയ്തതിലേക്ക് ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു സ്ക്രബ്ബറാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നന്നായി ഒന്ന് നോക്കുന്നതെന്ന് നോക്കി നോക്കാം. ഈ വക്കുകളിലുള്ള കറകളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂ ഈ ഭാഗത്തുള്ള കറകളൊക്കെ നീങ്ങി തുടങ്ങുന്നുണ്ട്. ഉപ്പ് ഈ കറകളെ, പ്രത്യേകിച്ച് നല്ല കറകളൊക്കെ അകറ്റാൻ ഉപയോഗിക്കുന്നതാണ് ഉപ്പ്. അതുപോലെ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ചെറുനാരങ്ങ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പിടിച്ച കറകളൊക്കെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നതാണ്. മാത്രവുമല്ല ചെറുനാരങ്ങ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജേംസിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നൊരു റെമഡി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അണുക്കളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു പരിധി വരെ ഒഴിവാക്കി നിർത്താം. അത്യാവശ്യം കറകളൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വൃത്തി കാണും. ഈ അരികിലുള്ള കറകളൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള എൻ്റെ പാത്രങ്ങളൊക്കെ, പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്.